എല്ലീസിന്റെ ഹൈഫൈ എന്ന് പറഞ്ഞ മോഡലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിച്ച് വരുന്നത്. അതായത് ഏറ്റവും കാരണം എന്ന് വെച്ചാൽ ഇത്തിരി എക്കണോമിക് ടൈപ്പാണ്. ഷ്നൈഡർ ഇതൊരു ഫേമസ് ബ്രാൻഡ് തന്നെയാണ്. ലീഗ്രാൻഡ് എല്ലാ പോലെ തന്നെ കിടപിടിച്ച് നിൽക്കുന്ന നല്ലൊരു ബ്രാൻഡാണ്. ഇതിന്റെ ബ്ലാക്ക് നല്ല ഭംഗിയാണ്. വി ഗാർഡിന്റെ അതെ, നമ്മുടെ സ്വന്തം ബ്രാൻഡ്. വി ഗാർഡിന്റെ ഏതാണ്? ഇതാണ് വി ഗാർഡ്. ഇത് വന്ന ഒരു എക്കണോമിക് പ്രൈസിൽ എല്ലാം കൂടി കൊടുക്കാവുന്ന തോറിയോ എന്ന് പറഞ്ഞ ഒരു മോഡൽ. ഇതിന്റെ പക്ഷേ ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ. സ്വിച്ചുകളെല്ലാം സോഫ്റ്റ് ആണ്. സോഫ്റ്റിനോട് കൂടുതൽ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് വന്നതാണ്. ഭയങ്കര നമ്മള് ഇത് ഫെദർ ടച്ച് എന്ന് വേണമെങ്കിൽ പറയാം. ശബ്ദം. അതെ അതെ, ഭയങ്കര സ്മൂത്ത്നെസ് ഉണ്ട്. ഒരു വീട് പണിയാൻ നേരത്തെ എപ്പോഴും നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്, വീടിന്റെ ഇലക്ട്രിക്കൽ ഐറ്റംസിന്. ഇലക്ട്രിക്കൽ ഐറ്റംസ് എന്ന് പറയുമ്പോൾ സ്വിച്ചുകളുണ്ട്, വയറുകളുണ്ട്, അതിനനുബന്ധിച്ച പല സാധനങ്ങളുണ്ട്. അത് ഏറ്റവും മികച്ച ക്വാളിറ്റിയും അതുപോലെ തന്നെ പ്രൈസ് വൈസും എവിടെ ലഭിക്കുമെന്നാണ് നമ്മൾ എപ്പോഴും അന്വേഷിക്കുന്നത്. അതിന് പറ്റിയൊരു ഷോപ്പിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. എറണാകുളം TD റോഡ് ഫ്ലവർ ജംഗ്ഷനിലുള്ള ലുക്ക് ലൈറ്റ് എന്ന സ്ഥാപനത്തിലേക്ക്. സോ വെൽക്കം ബാക്ക് ടു ആസ്റ്റൈൻസ് കോൺസെപ്റ്റ്സ്. ലുക്ക് ലൈറ്റ്. ഇപ്പൊ നിങ്ങളുടെ ഇവിടെ ഏതെല്ലാം കമ്പനികളുടെയാണ് നിങ്ങൾ ഡീൽ ചെയ്യണത്? അതിൽ സാധാരണ എപ്പോഴും കൺഫ്യൂഷൻ വരുന്നത് സ്വിച്ചുകൾ തൊട്ടാണ്. സ്വിച്ചുകൾ, വയറുകൾ, ഇതൊക്കെയാണ് കൂടുതൽ ഡൗട്ട്. ഏത് ബ്രാൻഡാണ് നല്ലത്, ആ ബ്രാൻഡിൽ തന്നെ ഏത് മോഡലുകളാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളൊരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ ഏതെല്ലാമാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നത്? ഒട്ടുമിക്ക ഇന്ത്യയിൽ നമുക്ക് ലീഡിൽ നിൽക്കുന്ന എല്ലാ ബ്രാൻഡിന്റെ എല്ലാ ഐറ്റങ്ങളും നമ്മുടെ അവൈലബിൾ ആണ്. സ്വിച്ചുകൾ നമ്മുടെ കയ്യിൽ വരുന്നത് പറഞ്ഞാൽ സാധാരണക്കാർക്ക് എടുക്കാവുന്ന ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് ഒരു 16 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന സ്വിച്ചുകൾ നമ്മുടെ അടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു മിഡിലിൽ എടുക്കാവുന്ന റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 25 രൂപ മുതലുള്ള സ്റ്റാർട്ടിംഗ് ഉണ്ട്. പിന്നെ ഒരു പ്രീമിയം കസ്റ്റമറെ വരുന്നെങ്കിൽ അവർക്ക് എടുക്കാവുന്നത് ഒരു 86, 110, 115, 125 അങ്ങനെയുള്ള ഒരു കോസ്റ്റ് നമ്മുടെ ബഡ്ജറ്റ് എങ്ങനെയാണോ അതിനനുസരിച്ച് എടുക്കാവുന്നുണ്ട്. ഏതൊരു കസ്റ്റമർ വരുന്നോ അവരുടെ അഭിരുചിക്ക് അനുസരിച്ച് എടുക്കാവുന്ന എല്ലാ ഐറ്റങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. അവരുടെ ബഡ്ജറ്റ് എന്താണോ അതിന് കൊടുക്കാവുന്ന എല്ലാ ഐറ്റങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. എല്ലീസിന്റെ ഹൈഫൈ എന്ന് പറഞ്ഞ മോഡലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിച്ച് വരുന്നത്. അതായത് ഏറ്റവും കാരണം എന്ന് വെച്ചാൽ ഇത്തിരി എക്കണോമിക് ടൈപ്പാണ്. അപ്പൊ ഇതാണ് ഒരു ഏറ്റവും കൂടുതൽ എക്കണോമിക് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് വൈസും നമുക്ക് കുറവാണെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്വിച്ച് സിസ്റ്റമാണ് ഞാൻ കണ്ടേക്കുന്നതിൽ. കൂടുതൽ ആഡംബര ഭംഗികളൊന്നുമില്ല, പക്ഷെ സിമ്പിളാണ്. എന്നാൽ അത് എല്ലാവരും എക്കണോമിക് ടൈപ്പ് താല്പര്യപ്പെടുന്ന ഇടുന്നതാണ്. ഇതിന്റെ പ്രൈസ് എന്ത് വരുന്നത്? ഇത് നമുക്കൊരു 16 രൂപ റേഞ്ചിലാണ്. 16 രൂപ വരുന്നത് അല്ലേ? ഇപ്പൊ ഹൈഫൈ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരുപാട് മോഡൽസ് ഇപ്പൊ വരുന്നുണ്ട്. ഇപ്പൊ ഹൈഫൈയുടെ ഓലോ എന്ന് പറഞ്ഞ മോഡലാണ് ലേറ്റസ്റ്റ് വന്നിട്ട്. ഓലോ എന്ന് പറഞ്ഞ മോഡൽ അല്ലേ? അപ്പൊ അതിലാണ് ഇപ്പൊ ഞാൻ കണ്ടേക്കണ ഈ കാണുന്ന ഈ മോഡൽ അല്ലേ? അതെ. ഇത് വുഡൻ ഫിനിഷിങ് വരുന്നുണ്ട്, ബ്ലാക്ക് വരുന്നുണ്ട്, ബ്ലാക്ക് മാറ്റിൽ വരുന്നുണ്ട്. ഇത് കൊള്ളാം. വുഡൻ ഷെയ്ഡിൽ വരുന്നുണ്ട്. ടീക്ക് വുഡിന്റെ ഇതൊരു മാറ്റ് ഫിനിഷിങ്ങിൽ വരുന്നത്. ഇതൊക്കെ ഇത്തിരി റേറ്റ് കൂടുതലാണ്. ഇതൊരു പ്രീമിയം ഹൈഫൈയിലൊരു പ്രീമിയം സെഗ്മെന്റിലായിട്ടാണ് ഈ സാധനങ്ങളെല്ലാം വരുന്നത്. ഇപ്പൊ ഈ പ്രീമിയം എന്ന് പറയുന്നത് എന്ത് പ്രൈസിൽ വരുന്നുണ്ട്? പ്രീമിയം എന്ന് പറയുമ്പോൾ ഇതിന്റെ വൈറ്റ് കളർ ആണെങ്കിൽ നമുക്കൊരു 29 രൂപ റേഞ്ചും ബ്ലാക്ക് കളർ മാറ്റ് ഫിനിഷ് വരുന്നത് 35 രൂപ റേഞ്ചിലാണ് വരുന്നത്. അപ്പൊ ഈ സ്വിച്ചിന്റെ ബേസിൽ തന്നെ അതിന്റെ പ്ലേറ്റിനും അതിന്റെ പ്ലേറ്റിനനുസരിച്ച് മാറുന്നത്. ഓക്കെ. പിന്നെ വരുന്ന ലെഗ്രാൻഡ് ബ്രാൻഡിന്റെ ഇതൊരു മോഡലാണ്. ഇപ്പൊ ഏറ്റവും നേരത്തെ ഒരുപാട് പേര് ഇൻക്വയറീസ് ഉണ്ടായിരുന്നു. പഴയൊരു മോഡലാണ്, ഒരു സിമ്പിൾ ആയിട്ടൊരു മോഡലാണ്. അപ്പൊ അതിന്റെ നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറഞ്ഞ മോഡലാണ്. മൈറീസിന്റെ നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഇത് കുറച്ചുകൂടി വ്യത്യസ്തമായ 2 കളറുകളാണ് നമുക്ക് അവൈലബിലിറ്റി വരുന്നത്. ഒന്ന് നമുക്ക് മാറ്റ് ഫിനിഷിൽ വരുന്നുണ്ട്, പിന്നെ അതിൽ ഒരെണ്ണം വരുന്നത് നമുക്ക് ഗ്ലോസി ആയിട്ടുള്ള ഫിനിഷിങ് വരുന്നുണ്ട്. അതേ സെയിം പാറ്റേണിൽ തന്നെ നമുക്ക് വൈറ്റിലും വരുന്നുണ്ട്. സെയിം തന്നെ, സെയിം അല്ല, മാറ്റും ഗ്ലോസി ആയിട്ടുള്ള 2 മോഡൽ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ. കുറച്ചുകൂടി റിച്ച്നെസ് അതിനൊരു എക്സ്ട്രാ ബീഡിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരു പ്രീമിയം സെഗ്മെന്റിലാക്കിയിട്ടാണ് അവർ ചെയ്തത്. ഇതിന്റെ ചാർക്കോൾ ഗ്രേ എന്നാണ് മോഡലിന് ഒരു 86 രൂപ റേഞ്ച് നമുക്ക് അത് വരുന്നുണ്ട്. ഗ്രേ എന്നാണ് അതിന് പറയുന്നത്. അതിന്റെ വൈറ്റ് കളർ ആണെങ്കിൽ നമുക്ക് ഒരു 70 രൂപ റേഞ്ചില്. ഈ ബ്ലാക്ക് കളർ എല്ലാ കമ്പനിക്കും ഒരു പ്രീമിയർ സെഗ്മെന്റ് ആക്കിയിട്ടാണ് എല്ലാവരും കണക്കാക്കുന്നത്. അപ്പൊ അതിന്റേതായ ഒരു കുറച്ചും കൂടി ഒരു ക്വാളിറ്റി വ്യത്യാസങ്ങളും കാര്യങ്ങളും എല്ലാം അതിലുണ്ട്. ഇത് ഏത് മോഡലാണ്? ഇത് ലിഗ്രാൻഡിന്റെ തന്നെ ലിങ്കസ് എന്ന് പറഞ്ഞൊരു മോഡലാണ്. കുറച്ചും കൂടി നമുക്ക് നേരത്തെ കണ്ടിരുന്ന നെക്സ്റ്റിനെക്കാട്ടി കുറച്ചും കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മോഡലാണ്. അതിനും തൊട്ട് താഴെയായിട്ട് അൽസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡൽ വരുന്നത് തികച്ചും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മോഡലാണ്. ബഡ്ജറ്റ് എത്ര വരുന്നത്? നമുക്കൊരു വൈറ്റ് കളറൊക്കെ ആണെങ്കിൽ ഒരു 25 രൂപയാണ് റേറ്റ് നിൽക്കുന്നത്. അതിന്റെ ബ്ലാക്ക് കളറിലാണ് പ്രീമിയം. അതിന്റെ തന്നെ പ്രീമിയം സെഗ്മെന്റ് ആണെങ്കിൽ നമുക്കൊരു 32 രൂപ റേഞ്ച് നിൽക്കുന്നത്. അല്ല, ഇതിന്റെ താഴെയുള്ള മോഡൽ ഇതാണ് അൽസി എന്ന് പറഞ്ഞ മോഡൽ. മുകളിൽ കാണുന്ന നമ്മള് അൽസി എന്ന് പറഞ്ഞ മോഡൽ. ഓക്കെ ഓക്കെ.
മോളിക്കട മാറ്റ് ഫിനിഷ്, മാറ്റ് ഒരു റബ്ബറൈസ്ഡ് പോലത്തുള്ള ഒരു ഫിനിഷിംഗ് ആണ്. ഒരു റബ്ബർ ഫിനിഷിംഗ് തോന്നുന്നുണ്ട്. അതെ, അതൊരു പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന ഒരു ടൈപ്പിലാണ്. ഓക്കെ, ഇത് ഹണിവെലിന്റെ MK അല്ലേ? അതെ, ഇത് പഴയ കാലത്തെ ഒരു ബ്രാൻഡാണ്. പഴയത്തെ MKയുടെ ഉള്ളവർ എടുത്തിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. പഴയ മോഡലും പുതിയതും എല്ലാം അവർ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ആ കമ്പനി. ഏറ്റവും ആദ്യം വന്ന മോഡലാണ് പഴയ MK എന്നുള്ള ബ്രാൻഡ് സിഗ്നേച്ചർ ഉള്ളതാണ്. പണ്ട് ആ ഒരു മോഡൽ തന്നെ നമുക്ക് മോഡൽ ഔട്ട് എന്ന് പറഞ്ഞ പരിചയമുള്ള മോഡലാണ്. പരിചയമുള്ള മോഡൽ. അതിലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു പുതിയ ഐറ്റം ഇറക്കിയിട്ടുണ്ട്, ഇമ്പാക്ട് എന്ന് പറഞ്ഞിട്ട്. സാധാരണക്കാർക്കും എടുക്കാവുന്ന രീതിയിലുള്ള ഒരു മോഡലാണ്. ഇതെല്ലാം ലോങ് ലാസ്റ്റിംഗ് ഉള്ള ലോങ് ലാസ്റ്റിംഗ് ആണ്. നമുക്ക് ആ ഒരു സ്വിച്ചിന് 18 രൂപ കോസ്റ്റ് വരുന്നുണ്ട്. കുറച്ചുകൂടി ഒരു റിച്ച്നെസ് ഉണ്ട്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഓക്കെ, പിന്നെ അവർ തന്നെ പ്രീമിയം റേഞ്ച് ആയിട്ട് നമുക്ക് ഈ ഒരു കളർ വേരിയന്റ്, ഇത്രയും കളർ വേരിയന്റ് ഉള്ളത് MK ആണ്, വെറൈറ്റി ആയിട്ടുള്ള. ഇതില് ഈ സ്വിച്ചുകളൊക്കെ എങ്ങനെയാണ് വാറണ്ടി ഒക്കെ? വാറണ്ടി എല്ലാം ഒരുവിധ ബ്രാൻഡുകൾക്ക് നമുക്കൊരു 10 വർഷത്തെ വാറണ്ടി ഉണ്ട്. റീപ്ലേസ്മെന്റ് അല്ല, അവർ കമ്പനി പറയുന്ന വാറണ്ടികളുണ്ട്, അവരുടെ കുറച്ച് ഫോർമാറ്റുകളുണ്ട്. ഓക്കെ, മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് എല്ലാ കമ്പനികൾക്കും ഒരേപോലെയാണ് എന്റെ വാറണ്ടി. അതെ, ചെറിയ 2 വർഷത്തിന്റെ അങ്ങനെയുള്ള വ്യത്യാസമുണ്ട്. 10 വർഷം, 12 വർഷം. ഇപ്പൊ വീഗാർഡൊക്കെ ആണെങ്കിൽ 15 വർഷം. ഓക്കെ, ഇതിപ്പോ മൈലിങ്ങിന്റെ തന്നെ നമുക്ക് പുതിയ മോഡൽ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു മോഡലായിട്ടാണ്. പണ്ട് ഉണ്ടായിരുന്ന മോഡലിനെ കാട്ടി മാറ്റ് ഫിനിഷിൽ വരുന്നത്, വൈറ്റില് മാറ്റ് വരുന്നത്. എനിക്ക് തോന്നുന്നു ആദ്യം വന്നു ശരിയാണ്, മാറ്റ് ഫിനിഷ്, ഡോ ഫിനിഷ് എന്നാണ് ആ ഒരു മോഡലിനെ പറയണേ. അതിന് തന്നെ ബ്ലാക്ക് ഉണ്ട്, കളർ വേരിയന്റുകൾ ഉണ്ട്. നല്ല ഭംഗിയായിട്ട് ഗ്രേയില് വരുന്നുണ്ട്, വുഡിന്റെ ഫിനിഷ്, പൈൻ വുഡ്, ഡാർക്ക് വുഡ്. ചില ഇന്റീരിയറിന് അതെ, ഇപ്പൊ എല്ലാം അങ്ങനെ ഇന്റീരിയർ ബേസ്ഡ് ആണല്ലോ എല്ലാം. എല്ലാത്തിലും ആണ്, മാച്ചിങ് ആണോന്നില്ല. ഓക്കെ, ആ ഒരു ആഷ് ഡാർക്ക് ഗ്രേയിൽ വരുന്നിട്ട് മാറ്റ് ഫിനിഷിങ് നല്ല ഭംഗിയുണ്ട്. അതിൽ തന്നെ ഗ്ലോസിയും വരുന്നുണ്ട്. നമുക്ക്. അപ്പൊ ഇത് സാധാരണ മോഡലിനേക്കാൾ പ്രീമിയം സെഗ്മെന്റിൽ. അതെ, പ്രീമിയം സെഗ്മെന്റ് ആക്കിയിട്ടാണ് വരുന്നത്. ഇതിപ്പോ ഇതിന്റെ പ്രൈസും അതിന്റെ കോട്ടിംഗ് വന്നിട്ടുണ്ടോ? ഇല്ല, ജസ്റ്റ് ഇന്ന് ഏറ്റവും ഫ്രഷ് ആണ്. ഷ്നൈഡർ, ഇതൊരു ഫേമസ് ബ്രാൻഡ് തന്നെയാണ്. ലീഗ്രാൻഡ് എല്ലാ പോലെ തന്നെ കിടപിടിച്ച് നിൽക്കുന്ന നല്ലൊരു ബ്രാൻഡാണ്. ഇതിന്റെ ബ്ലാക്ക് നല്ല ഭംഗിയാണ്. ഇതിപ്പോ ഒരു എക്കണോമിക് ബ്രാൻഡാണ് വരുന്നത്. താഴെയുള്ള മോഡല് നമുക്ക് എക്കണോമിക് ആണ്. ലിവിയ എന്ന് പറഞ്ഞ മോഡലാണ് അവരൊരു എക്കണോമിക് റേഞ്ച് ആയിട്ട് ഇറക്കിയിരിക്കുന്നത്. അതിൽ തന്നെ ബ്ലാക്ക് ഷെയ്ഡ്, ബ്ലാക്ക് ഉണ്ട്, വൈറ്റും ഉണ്ട്, 2 മോഡലും വരുന്നത്. ഇത് വൈറ്റിൽ വരുന്നല്ലേ? ഇത് വൈറ്റിൽ വരുന്ന മോഡൽ. ഇവരുടെ മോഡലൊക്കെ എങ്ങനെയാണ്? വൈറ്റിലൊക്കെ വരുമ്പോൾ പ്രൈസ്? വൈറ്റിലൊക്കെ വരുമ്പോൾ നമുക്കൊരു 36 രൂപ റേഞ്ച് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നല്ലൊരു ബ്രാൻഡില് ഇത്രയും നല്ലൊരു റേറ്റ് കുറവില് കിട്ടുന്നതല്ല. ഓക്കെ, ബ്രാൻഡ് വൈസും അതിന്റെ ക്വാളിറ്റിയും ഒന്നിനും ക്വാളിറ്റി മോശമല്ല. ഒന്നും ക്വാളിറ്റി മത്സരത്തിലാണ് കാര്യത്തില്. അപ്പൊ അതിൽ തന്നെ കുറച്ചും കൂടി പ്രീമിയം സെഗ്മെന്റ് ഉണ്ട്. പിന്നെ ഈ ഒരു സ്വിച്ചിന് മോഡലിന് നമുക്ക് ഓട്ടോമേഷൻ അവൈലബിൾ ആണ് അവരുടെ. എല്ലാ സ്വിച്ചുകൾക്കും ഓട്ടോമേഷൻ പറ്റില്ല. ഈ സ്നൈഡറിന്റെ ഈ ഒരു മോഡൽ തൊട്ടിട്ട് നമുക്ക് ഓട്ടോമേഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ ഓട്ടോമേഷൻ നമ്മൾ മാനുവൽ ആയിട്ടും രണ്ടും നമുക്ക് അറ്റ് എ ടൈമിൽ മാനുവൽ യൂസ് ചെയ്യാം, ആപ്പ് വഴി യൂസ് ചെയ്യാം. അപ്പൊ അതിന് ഈ സ്വിച്ചുകൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇതിനാണ് റീഡ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഓട്ടോമേഷൻ കൂടിയിട്ട് ഈ സ്വിച്ചിൽ തന്നെ ചെയ്യാൻ പറ്റും. പിയോണോ ടൈപ്പ് സ്വിച്ച്. അതെ, പഴയ മോഡൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ വരുമ്പോൾ നമുക്ക് വീടിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ നമുക്ക് വ്യക്തമായ ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. കാരണം അതിന്റെ മോഡ്യൂൾ സെക്ഷൻ എല്ലാം അത് നേരത്തെ പ്ലാൻ ചെയ്തിട്ട് പോകുന്നു. ഇതൊന്ന് കൗതുകത്തോടെ ചോദിക്കുന്നത്, ഇതിന് എന്ത് പ്രൈസ് വരും? എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്കൊരു 1000 to 2000 ഉള്ളിലാണ് അതിന്റെ റേഞ്ച് സെഗ്മെന്റ്. സ്വിച്ചിന്റെ അല്ലേ? അതെ, ഒരു യൂണിറ്റിന്റെ, ഒരു സ്വിച്ച് ആയിട്ടല്ല, ഇത് ഇങ്ങനെ ഒരു യൂണിറ്റ് ആണ്. ആ ഒരു യൂണിറ്റിന്റെ പ്രൈസ് തന്നെ 1000 to 2000 ഉള്ളിലുള്ള ഒരു പ്രൈസിംഗ് ആയിട്ട്. ഇത് മാത്രമാണ് ആ യൂണിറ്റിന്റെ പ്രൈസ്. എന്തായാലും അതൊരു ആഗ്രഹത്തിന്റെ പേരിലാണ്. താല്പര്യമുള്ളവർ വെക്കട്ടെ. നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മള് ഹാവൽസിന്റെ ക്രാപ്ട്രി നേരത്തെ ഉണ്ടായിരുന്ന ഒരു മോഡലാണ്. ഇപ്പൊ ഹാവൽസ് ആയിട്ട് കൊളാബറേറ്റ് ചെയ്തതാണല്ലേ? അതെ. അപ്പൊ അതിന് എന്തൊക്കെ മോഡൽസ് ആണ്? ഇതിലിപ്പോ ലേറ്റസ്റ്റ് ഇപ്പൊ വന്ന അദീവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ്. ഇതിൽ വൈറ്റും ബ്ലാക്കും നമുക്ക് അവൈലബിൾ ആണ്. ഒരു ഗ്രേ കളർ ആണ് ശരിക്കും. ബ്ലാക്ക് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അത് ഗ്രേ ആണ് ശരിക്കും വരുന്നത്. ഇതിന്റെ വൈറ്റ് വരുന്നത്, അതിന്റെ വൈറ്റ് വരുന്നുണ്ട്. ഇതിന് ഗോൾഡൻ, ഇത് സിൽവർ ഒക്കെ വരുന്നത്. സിൽവർ വരുന്നുണ്ട്, ഫോയിലിംഗ് ഉള്ള മോഡൽ ഉണ്ട്. ഓക്കെ, ഇതെല്ലാം സ്വിച്ചുകളുടെ ആക്ഷന്റെ കാര്യത്തിനൊക്കെ സെയിം. കുറച്ചുകൂടി സോഫ്റ്റ്നെസ് ഉണ്ട് ആ ഒരു സ്വിച്ച്. ചില ബ്രാൻഡിന് ചില മോഡലുകൾക്ക് സോഫ്റ്റ്നെസ് ഉണ്ട്. ആ ശബ്ദത്തിനും ശരിയാണ്. ഈ കാർഡിന്റെ അതെ, നമ്മുടെ സ്വന്തം ബ്രാൻഡ്.
വി ഗാർഡിന്റെ ഏതാണ്? ഇതാണ് സ്വീകാര്യ ഇത് വന്ന ഒരു എക്കണോമിക് പ്രൈസിൽ എല്ലാം കൂടി കൊടുക്കാവുന്ന തോറിയോ എന്ന് പറഞ്ഞ ഒരു മോഡൽ. ഇതൊക്കെ എന്ത് പ്രൈസ് വരും? ഇത് നമുക്ക് വൈറ്റ് കളർ ആകുമ്പോൾ നമുക്ക് ഒരു 25 റുപ്പീസ്, ഗ്രേ കളർ ബ്ലാക്ക് കളർ വരുമ്പോൾ 32 റുപ്പീസ്. ഓക്കെ, ബ്ലാക്കിന് 32 അല്ലേ? ഓക്കെ, അപ്പൊ അതിന് തന്നെ വേറെ അതിന്റെ തൊട്ട് കൂടിയ ഒരു മോഡലായിട്ട് നോവിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ് അവരുടെ. ഫസ്റ്റ് വന്ന ഒരു മോഡലാണ് അത്. ഓക്കെ, അതൊരു പ്രീമിയം സെഗ്മെന്റ് ആണ് വി ഗാർഡില്. പിന്നെ ആങ്കറിന്റെ ഒക്കെ ആങ്കർ പണ്ടത്തെ നമ്മുടെ പണ്ട് തൊട്ടേക്ക് ഇട്ട് വിരിച്ചുള്ള ഒരു ബ്രാൻഡാണ് ആങ്കർ എന്നുള്ളത്. ഒത്തിരി മോഡൽ ഉണ്ട്. ആങ്കർ പാനാസോണിക് ആണ്. അപ്പൊ പാനാസോണിക് എന്ന് പറഞ്ഞിട്ടുള്ളതായിട്ടുണ്ട്, ആങ്കർ എന്ന് പറഞ്ഞിട്ടുള്ള മോഡലും ഉണ്ട്. ഓക്കെ, ഇതൊക്കെ നമുക്ക് പണ്ട് പോലെ കേൾക്കുന്ന ഒരു പേരുകളാണ്. ഇൻഡോഷൻ ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ. സ്വിച്ചുകളെല്ലാം സോഫ്റ്റ് ആണ്. സോഫ്റ്റിനോട് കൂടുതൽ താല്പര്യമുള്ളവർക്ക് വേണ്ടിട്ട് വന്നതാണ്. ഭയങ്കര നമ്മള് ഇത് ഫെദർ ടച്ച് എന്ന് വേണമെങ്കിൽ പറയാം. എന്താ ശബ്ദം? അതെ, ഭയങ്കര സ്മൂത്ത്നെസ് ഉണ്ട്. ഓരോന്ന് വ്യത്യാസം. അതെ, പിന്നെ C&S ഉണ്ട്. ഇനി GM ഉണ്ട്, ഗോൾഡ് മെഡൽ കമ്പനിയുടെ ഉണ്ട്. അപ്പൊ അതെന്താണ്, അതിന്റെ വിശേഷങ്ങൾ എന്താണ്? ഇതിന്റെ ലേറ്റസ്റ്റ് മോഡലായിട്ട് വന്ന G10 എന്ന് പറഞ്ഞ ഒരു മോഡലാണ് നമുക്ക് വന്നിരിക്കുന്നത്. G10. ഓക്കെ, എന്താണ് ഇതൊരു എക്കണോമിക് റേഞ്ചിൽ വരുന്നത്? എക്കണോമിക് റേഞ്ചിലാണ്. ഒരു കുഴപ്പമില്ലാത്ത റേഞ്ച് നിൽക്കാവുന്ന ഒരു ഐറ്റം. നമുക്കൊരു ഗ്രേ കളർ ആണെങ്കിൽ ഒരു 36 രൂപ, വൈറ്റ് കളർ ആണെങ്കിൽ ഒരു 30 രൂപ റേഞ്ച് ഒക്കെ വരുന്നുള്ളൂ. ഇതിന് വുഡ് പ്ലേറ്റും കൂടി അവൈലബിൾ ആണ്. പണ്ടത്തെ മോഡലിൽ റീച്ച് ചെയ്യുന്ന വുഡ് പ്ലേറ്റും കൂടി അവൈലബിൾ ആണ്. ഇത് അതിന് കുറച്ചും കൂടി അത് പ്രീമിയം സെഗ്മെന്റ് ആണ്. ഗ്ലാസ് മോഡുകൾ വരുന്ന പ്ലേറ്റുകൾ. ഈ ഗോൾഡ് മെഡൽ എന്ന് പറയുന്നതും GM രണ്ടും എന്താണ് ശരിക്കും? ആദ്യം ഒരേ കമ്പനി ആയിരുന്നു, ഇപ്പൊ രണ്ടാണ് ബ്രദേഴ്സ് സ്പ്ലിറ്റ് ആയതാണ്. ഓക്കെ, ഒരുമാതിരി എല്ലാ കമ്പനികളുടെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് കസ്റ്റമറിന്റെ ചോയ്സ് ആണ്. അതെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏത് എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രമാണ്. അത്രമാത്രം ബ്രാൻഡുകളുണ്ട്. ഓരോ ബ്രാൻഡിനും അതിൻ്റെതായ മോഡലുകളുണ്ട്. അതെ, അപ്പൊ അത് ഏതാണ് നമ്മുടെ വീടിന്, നമ്മുടെ ബഡ്ജറ്റിന്, നമ്മുടെ വീടിന്റെ ഇന്റീരിയറിന് സൂട്ടബിൾ ആയിട്ടുള്ളത് നമ്മുടെ ചോയ്സാണ്. വയറിംഗ് ഒരു വീടിന്റെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നതും ആലോചിക്കുന്നതും ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് വീടിന്റെ വയറിങ്ങിനെ കുറിച്ച്. ഇപ്പം ഇവിടെയാണെങ്കിൽ പല ബ്രാൻഡിൻ്റെ ഉണ്ട്. വി ഗാർഡിൻ്റെ ഉണ്ട്, ലൂക്കർ ഉണ്ട്, ഹാവൽസിനുണ്ട്, ഫിനോലെക്സ് ഉണ്ട്, RR, പോളിക്യാബ്. ഇനി ഇത് കൂടാണ്ട് വേറെ ഏതെല്ലാം കമ്പനീസ് നമ്മൾ ATC ചെയ്യുന്നുണ്ട്, ഫ്ലെക്സോലൈറ്റ് ചെയ്യുന്നുണ്ട്, എക്സൽ ഗാർഡ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് റേഞ്ചിലും ഏത് ആൾക്കാർക്ക് എടുക്കാൻ പറ്റുന്ന വയറുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാ കമ്പനിയുടെയും ഇവിടെ മേശപ്പുറത്ത് വെക്കാൻ പറ്റാത്തതുകൊണ്ട്. പിന്നെ ഇതിന് വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കമ്പനികളെല്ലാം നമുക്കിപ്പോൾ ഇത് 90 മീറ്ററിൻ്റെ കോയിലുകളാണ്. 90 മീറ്ററിൻ്റെ കോയിലുകളാണ്. ഇതെല്ലാം നമുക്ക് 180 മീറ്ററും 200 മീറ്റർ 300 മീറ്ററിൻ്റെ കോയിലുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ എല്ലാം സ്റ്റാൻഡേർഡ് മാനദണ്ഡങ്ങളെല്ലാം ഉള്ള ബ്രാൻഡ്. ഇതിൽ തന്നെ പല പേരിൽ പറയുന്നുണ്ട്. അതെങ്ങനെയാണ് കൺഫ്യൂഷൻ? ഇതിപ്പോൾ സുപ്പീരിയോ എന്ന് പറഞ്ഞ കാറ്റഗറിയാണ്. ക്ലാസ് 5 ഉണ്ട്, ക്ലാസ് 2 ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ആളുകൾക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ട്? പലപ്പോഴും ഇലക്ട്രീഷ്യന്മാരോട് ചോദിക്കാറുണ്ട് ഏതാണ് മേടിക്കേണ്ടത്. ഇപ്പോൾ വി ഗാർഡിൻ്റെ തന്നെ പല മോഡൽ ഉണ്ടല്ലോ, ഉണ്ട്, പിന്നെ വേറെ നമുക്ക് നിലവിൽ നോക്കിയിട്ട് നോർമൽ നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നത് സുപ്പീരിയോ പ്ലസ് ആണ് യൂസ് ചെയ്യുന്നത്. അതെ, പിന്നെ ഇതേ ക്വാളിറ്റി, അതായത് ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് പോളിക്യാബിന്റെ. അതെ, പോളിക്യാബിന്റെ ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് ആണ് പോളിക്യാബിന്റെ ഗ്രീൻ സെക്ഷൻ. FRLS ആണ് ആ വയറുകളെല്ലാം. പിന്നെ ഇതിൽ RR കേബിൾസ് ഉണ്ട്. RRലും കാറ്റഗറി. അതെ, അതിന്റെ സൂപ്പർഎക്സിന്റെ ഗ്രീൻ കാറ്റഗറിയിൽ വരുന്നതാണ് ഈ വയറുകൾ. എല്ലാം കാറ്റഗറി അനുസരിച്ച് ബോക്സ് വ്യത്യാസമുണ്ട്. ശരിക്കും മീൻസ് അതിന്റെ ക്വാളിറ്റികളിലെ ഗ്രേഡുകളിലുള്ള വ്യത്യാസങ്ങളാണ് മെയിൻ. അപ്പൊ അതനുസരിച്ച് പ്രൈസിലും വ്യത്യാസമുണ്ട്. ഇതൊന്നും മോശമല്ല. പിന്നെ അതിൽ തന്നെ ഗ്രേഡ് തിരിച്ചേക്കാനാണ്. അതെ, ഓരോ കമ്പനിക്കാർ ഓരോ സെഗ്മെന്റിനനുസരിച്ചുള്ള ഗ്രേഡ് ഉണ്ട്. ഇപ്പോൾ PWD വർക്ക്, ഗവൺമെന്റ് സെഗ്മെന്റ്, നോർമൽ ഹൗസ് ഹോൾഡ്, ഹൗസ് ഗാർഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ കാറ്റഗറികളുണ്ട്. എല്ലാവരും മത്സരങ്ങളാണ്. ഒന്നിനൊന്നും എല്ലാം മെച്ചാണ്. ആരും ഒട്ടും കുറവില്ല. ഒന്നും കുറഞ്ഞ ക്വാളിറ്റി ഒന്നുമില്ല. പിന്നെ ഏറ്റവും കൂടുതൽ സെയിലാണ്, ഏറ്റവും കൂടുതൽ ബ്രാൻഡ് ഏതാണ്, അതൊക്കെ പരസ്യം, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഓരോ ഇതൊക്കെ എടുക്കുന്നത്. യെസ്, നമുക്ക് ഇനി പറയാനുള്ളത് DB ബോക്സുകളാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്തായാലും ഒരു DB ബോക്സ് ഇല്ലാണ്ട് പറ്റൂല. പക്ഷെ അത് പലപ്പോഴും അതൊരു ഭംഗിക്കേടാണെന്ന് പറഞ്ഞാണ് എപ്പോഴും നിൽക്കുന്നത്. അതിന് പ്രത്യേക കവറൊക്കെയാണ് പലരും ഇടുന്നത്. അപ്പോൾ എനിക്ക് ഞാനിവിടെ കണ്ടേക്കുന്ന ഒരു DB ബോക്സാണ്. 3 ഫേസിൽ വരുന്ന ഒരു DB ബോക്സാണ്. ഗ്ലാസിൻ്റെ കവറാണ്, ഹാവൽസിൻ്റെ. അത് കൊള്ളാം. എന്നുവെച്ചാൽ ഇതിന് ഗ്ലാസ്സിന് ഒരു പ്രത്യേകത ഒന്നുണ്ടല്ലോ.
അക്രലിക്കാണുള്ളത് ഗ്ലാസ്. ഇത് ഗ്ലാസ് പോലെ ക്ലിയർ ആണ്. ഇതിൽ വേണമെങ്കിൽ നമുക്കൊരു സ്റ്റിക്കർ ഒട്ടിക്കുന്നത്, പിക്ചർ ഒട്ടിക്കുന്നത് നല്ല സ്ലിമ്മാണ്. നോക്കി ഇത്രയും ഭാഗം നമ്മൾ മോഡലിനകത്തേക്ക് പോകണേ, ഞാൻ ഇത്രേ കാണുന്നു. ഇതിന് വേറൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ എത്രയൊക്കെ ബ്രാൻഡ് സ്വിച്ച് ചെയ്യുന്നുണ്ടോ അതിന്റെ എല്ലാ മോഡലും DB, MCB, LCB ഐറ്റങ്ങളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. മറ്റേന്ന് പറഞ്ഞാൽ സ്വിച്ച് കുറേ ബ്രാൻഡ് നമുക്ക് എല്ലായിടത്തും കിട്ടും. പക്ഷെ അത്രയും വേരിയന്റുകൾ തന്നെ DB, MCB, LCB ഒക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് അങ്ങനെയല്ല, ഏതാണ് സ്വിച്ച് കളിക്കുന്നത് അതേ ബ്രാൻഡിന്റെ തന്നെ ഫുൾ സെഗ്മെന്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. എല്ലാ പ്രമുഖ ബ്രാൻഡും ചെയ്യുന്നുണ്ട്. ലീഗ്രാൻഡ് ചെയ്യുന്നുണ്ട്, സ്നൈഡറിന്റെ ചെയ്യുന്നുണ്ട്, സിമെൻസിന്റെ ചെയ്യുന്നുണ്ട്, വീഗാർഡിന്റെ ചെയ്യുന്നുണ്ട്, ഹാവൽസിലുണ്ട്. എല്ലാ കമ്പനികളുടെയും ഫുൾ റേഞ്ച് സെഗ്മെന്റ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ ശരിക്കും മീറ്റർ ബോക്സ്. അതെ, ഇതിപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്മാർട്ട് മീറ്റർ ബോക്സ് ആണ്. ഇപ്പോൾ ഗവൺമെന്റ് മാറിയിട്ടുണ്ട്, സ്മാർട്ട് മീറ്റർ വെക്കാനുള്ള ഒരു പദ്ധതികൾ തുടങ്ങിയിട്ടുണ്ട്. ഗവൺമെന്റ് തലത്തിലാണ് ആദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വെക്കുന്ന സാധാ മീറ്റർ ബോക്സിനായിട്ട് കുറച്ചുകൂടി സൈസ് കൂടുതലുള്ള ബോക്സാണ് അതിലിരിക്കുന്നത്. അതെ, അപ്പോൾ അതും നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിലിറ്റി ഉണ്ട്. ചേഞ്ച് ഓവർ വരുന്നത്. അതെ, ഈ പണ്ടത്തെ പഴയ മെയിൻ സ്വിച്ചിന്റെ ചേഞ്ച് ഓവർ മാറ്റിയിട്ട് ഇപ്പോൾ ചെറിയ ടൈപ്പ് ചേഞ്ച് ഓവർ ആയി. അപ്പൊ ഇതെല്ലാം ഓരോ മോഡൽ അനുസരിച്ച് അതിന്റെ പ്രൈസിൽ വ്യത്യാസം വരുന്നത്. തീർച്ചയായിട്ടും ഇതൊക്കെ നല്ല പ്രൈസിനടുത്ത് ലഭിക്കുന്ന പറയുന്നത് നേരെ ഇവർക്ക് അതിന്റെ ഈ റിക്വയർമെന്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു പോർട്ട്ഫോളിയോ തരും. ഇലക്ട്രിക്കൽ ഐറ്റംസുകളെ കുറിച്ചുള്ള ഈ വീഡിയോ വീട് പണിയുന്നവർക്ക് വളരെയേറെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ ഈ വീഡിയോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമന്റും അതുപോലെ ഹൈപ്പും കൂടി ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും ബൈ.